എന്തൊക്കെയാണ് മ്യൂച്വൽ ഫണ്ട് സ്കീമിലെ റിസ്കിന്റെ ഇൻഡിക്കേറ്ററുകൾ എന്ന് നിങ്ങൾക്കറിയാമോ? അതായത് നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ ശരിയായ മ്യൂച്വൽ ഫണ്ട് സ്കീം തിരഞ്ഞെടുക്കും മുൻപ് വേണ്ട രീതിയിൽ നിങ്ങൾ അത് വിലയിരുത്തേണ്ടത് ആവശ്യമാണ്. നിക്ഷേപകർ മിക്കപ്പോഴും സ്കീം കാറ്റഗറിയും ആ കാറ്റഗറിയിലെ ടോപ്പ് പെർഫോമൻസും സ്കീമുകളും തേടിപ്പോകുമ്പോൾ അവർ ഈ സ്കീമുകളുടെ റിസ്ക് ഇൻഡിക്കേറ്ററുകൾ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. തിരഞ്ഞെടുക്കാനുള്ള സ്കീമുകൾ നിങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ അവയുടെ റിസ്കുകളും താരതമ്യം ചെയ്യാൻ മറന്നു പോകരുത്. ഓരോ സ്കീമിന്റെയും ഫാക്ട് ഷീറ്റിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ബീറ്റ, ഷാർപ്പ് റേഷ്യോ എന്നിങ്ങനെയുള്ള നിരവധി റിസ്ക് സൂചകങ്ങൾ നൽകിയിട്ടുണ്ടായിരിക്കുമെങ്കിലും പ്രോഡക്റ്റ് ലേബലാണ് നോക്കേണ്ട ഏറ്റവും അടിസ്ഥാന രേഖ എന്ന് പറയുന്നത്. ഈ ലേബലിലെ റിസ്കോമീറ്റർ ആണ് ഫണ്ടിന്റെ റിസ്ക് ലെവൽ കാണിക്കുന്നത്. ഈ റിസ്കോമീറ്റർ സെബി ആവശ്യപ്പെടുന്നത് പ്രകാരം നിർബന്ധമാണ്. ഇത് ഫണ്ടുമായി ബന്ധപ്പെട്ട അന്തർലീനമായ നഷ്ടസാധ്യതയെ പ്രതിനിധീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പോർട്ട്ഫോളിയോയിലെ നഷ്ടസാധ്യതയുടെ തോത് അനുസരിച്ച് താഴ്ന്നത് മുതൽ മിതമായത് വരെ, മിതമായി ഉയർന്നത്, ഇനി ഉയർന്നത്, വളരെ ഉയർന്നത് എന്നിങ്ങനെ 6 തലത്തിലുള്ള നഷ്ടസാധ്യതകൾ വിവിധ വിഭാഗങ്ങളിലുള്ള മ്യൂച്വൽ ഫണ്ടുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ രീതിയിലുള്ള നഷ്ടസാധ്യതാ വർഗീകരണം സെബി നിർവചിച്ചിട്ടുള്ളതിനാൽ എല്ലാ മ്യൂച്വൽ ഫണ്ടുകളും ഒരേ തരത്തിലുള്ള ഫണ്ടുകളെ സമാന നഷ്ടസാധ്യതാ വിഭാഗങ്ങളായി തരംതിരിക്കാൻ ബാധ്യസ്ഥരാണ്. ഫണ്ടിന്റെ നഷ്ടസാധ്യതയുടെ ഒരു അവലോകനം നൽകുന്ന റിസ്കോമീറ്ററിന് പുറമെ ഫാക്ട് ഷീറ്റിൽ നൽകിയിരിക്കുന്ന കൂടുതൽ നിർദ്ദിഷ്ട നഷ്ടസൂചകങ്ങളും നോക്കാവുന്നതാണ്. ഒരു ഫണ്ടിന്റെ റിട്ടേണിന്റെ റേഞ്ച് അളക്കുന്നതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. റിട്ടേണിൽ ഉയർന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷനുള്ള ഒരു സ്കീം അതിന്റെ പെർഫോമൻസിന്റെ വ്യാപ്തി വിശാലമാണെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇത് വലിയ ചാഞ്ചാട്ടം ഉണ്ടാകുമെന്ന സൂചനയാണ് നൽകുന്നത്. ബീറ്റ മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു ഫണ്ടിന്റെ അസ്ഥിരത അളക്കുന്നു. ബീറ്റ 1 കുറവ് സൂചിപ്പിക്കുന്നത് പ്രസ്തുത സ്കീം വിപണിയേക്കാൾ കൂടുതൽ അസ്ഥിരമാകുമെന്നും ബീറ്റ 1 കൂടുതൽ അർത്ഥമാക്കുന്നത് ഇതിന് വിപണിയേക്കാൾ കുറഞ്ഞ അസ്ഥിരതയുമെന്നാണ്. ബീറ്റയുടെ 1 സൂചിപ്പിക്കുന്നത് വിപണിയിലെ ചാഞ്ചാട്ടത്തിനൊപ്പം പ്രസ്തുത സ്കീം നീങ്ങുമെന്നുമാണ്. ഏറ്റെടുത്തിരിക്കുന്ന റിസ്കിന്റെ ഓരോ യൂണിറ്റിനും ഫണ്ട് നൽകുന്ന അധിക വരുമാനം ഷാർപ്പ് റേഷ്യോ അളക്കുന്നതുമാണ്. റിസ്ക് അഡ്ജസ്റ്റ് റിട്ടേണിന്റെ ഒരു നല്ല ഇൻഡിക്കേറ്ററാണിത്. അടുത്ത തവണ ഏത് സ്കീമിൽ നിക്ഷേപിക്കണമെന്ന് നിങ്ങൾ ആലോചിക്കുമ്പോൾ മുകളിലുള്ള നഷ്ടസാധ്യത, അതായത് ഞാൻ ഈ പറഞ്ഞ നഷ്ടസാധ്യത മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് അവ വിലയിരുത്തുവാനും മറക്കരുത്.